إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وخزانة سلطان عين عبد القادر الجيلاني قدس الله سفره جميع مشايخنا في سلسلة القادرية رضي الله عنهم من تاسع. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا رب العالمين. وقال رضي الله تعالى عنه يوم الثلاثاء عشية بالمدرسة 19 شوال سنة 45 و500 545 ശവ്വാൽ മാസം 19 പ്രദോഷത്തിലുള്ള വയലാണ്. അൽ മുറായി തൗബുഹു നദീഫൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി നടക്കുന്നവൻ വസ്ത്രമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. വഖൽബുഹു നജസുൻ, അകം മിനുക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. കൽബ് മൊത്തം നജസാണ്. സൗബൊക്കെ നോക്കി അടിപൊളി നല്ല വെള്ള വസ്ത്രവും വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ മൊഞ്ചായി പളപള പൊടുപ്പൊക്കെ ഇട്ട് നടക്കുന്നതാണ്. യുസഹിദ് ബിൽ മുബാഹാത്തി, അനുവദിക്കപ്പെട്ടതിനെയൊക്കെ ത്യജിക്കുകയും ചെയ്യും ചിലപ്പം. വയക്സിലു അനിൽ ഇക്തിസാബ്, അശ്രദ്ധനാകും ജോലി ചെയ്യുന്നതിനെ തൊട്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജോലി ചെയ്യുക. എന്നിട്ടെന്ത് ചെയ്യും? ദീൻ വിറ്റ് പൈസയാക്കി ജീവിക്കും. ജുംല, തീരെ തന്നെയൊന്നും അർത്ഥം വെക്കാം, സൂക്ഷ്മതയില്ലാത്തവനാണ്. പച്ചയായ ഹറാമ് തന്നെ ഭക്ഷിക്കുക. പൊതുജനങ്ങളുടെ മേലെന്ത് ചെയ്യും? അവന്റെ കാര്യത്തെ അവൻ ഖഫിയാക്കും. ഉള്ളു വളരെ കേടാണ്, ഉള്ളു കെട്ടുപോയിട്ടുണ്ട്. വാഹിർ നല്ല രസമാണ് കാണാൻ. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണമെന്നതാണ്. ഹൃദയം കൊണ്ടാണ് അള്ളാഹുവിന് ചെയ്യേണ്ടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കള്ള സൂഫിയാക്കളെ നമുക്ക് ഹൃദയത്തിൽ വഴിയുന്നില്ല, അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹൃദയവും കാലബും വേണം, കാലിബും വേണം. ശരീരവും ഹൃദയവും രണ്ടും കൂടിയിട്ടാണ്. വെറും ശരീരം കൊണ്ട് പോരാ, ഖൽബിൽ തട്ടിയുള്ള ഇബാദത്ത് വേണമെന്നുള്ളത്. കുല്ലു ഹാദിഹിൽ അശ്യാഉ തതഅല്ലഖു ബിൽ ഖുലൂബി വൽ അസ്റാരി വൽ മആനി, ഈ എല്ലാ വിഷയങ്ങളും ആന്തരികമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, രഹസ്യങ്ങളും. മോനെ, നീ എന്തിനാണോ ഏതൊന്നിലാണോ അതിൽ നിന്നൊക്കെ ഒഴിവായി ഇങ്ങോട്ട് പോരെ. അസ്സവജല്ലയായ അല്ലാഹുവിൽ നിന്നും നിനക്ക് ഞാൻ വാങ്ങിത്തരാം. നുരുമ്പിപ്പോകാത്തതായ നശിച്ചു പോകാത്തതായ വസ്ത്രം. പിന്നെന്താണ്? ഈ വേദനായിരിക്കണം, അവിടെ തെറ്റുണ്ടായിരിക്കും. നീ നിന്റെ വസ്ത്രമൊക്കെ മാറ്റിവെക്കും. നിന്റെ മോശമായ ഈ ദുസ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി വരിക എന്ന്. ആ വസ്ത്രം നിനക്ക് ഞാൻ ഉടുപ്പിച്ചു തരാം. അതാണ് ആ വസ്ത്രങ്ങൾ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നതാണ്. അല്ലാഹുവിന് ബന്ധപ്പെട്ട ബാധ്യതയായ അല്ലാഹുവിന്റെ ഹക്കുകൾ വീട്ടുന്നതിൽ നിന്റെ ഈ താമസം, നിന്റെ ഈ പിന്തൽ, നിന്റെ ഈ താറടിക്കൽ, നിന്റെ ഈ വൈമനസ്യം കാണിക്കുക എന്നതൊക്കെ അങ്ങ് ഒഴിവാക്കി വെക്കുക. ജനങ്ങളുമായി കൊണ്ടുള്ള കൂറാകലും ജനങ്ങളുമായി കൊണ്ടുള്ളതായ ഇടപഴകലും അതും മാറ്റിവെക്കൂ.
സുബ്ഹാനല്ലാഹ്. ശരീര ഇച്ഛകളും അതേ പ്രകാരം തന്നെ ഉജ്ബും നിഫാഖും നിന്റെ വൈമനസ്യങ്ങളും റുഊനാത്ത് അതെല്ലാം ഒഴിവാക്കി ഇങ്ങോട്ട് പോരാ. ഇതെല്ലാം ഒഴിവാക്കി വന്നാലേ എന്ത് ചെയ്യുകയുള്ളൂ? പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യത്തില്ല. പെയിന്റ് അടിക്കുമ്പോൾ ചുരണ്ടി നന്നാക്കി റാക്കാക്കിയിട്ടല്ലേ പിന്നെന്ത് ചെയ്യുക? പെയിന്റ് അടിക്കുക. അതാണ് പറഞ്ഞത്. അപ്പം അവരുടെ ഇൽമ് നമ്മുടെ കൽബിൽ പതിയണമെങ്കിൽ നമ്മളുടെ കൽബെന്ത് ചെയ്യണമെന്ന് കൽബിൽ നിന്നും മോശമായ ചിന്തകളെടുത്ത് കളയണം. അതാണ് ഒന്നാകെ പറയുന്നത്. മഹാനായ റളിയല്ലാഹു തആല അൻഹു കൽബിൽ ഒഴിവായാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പ്രശ്നം തന്നെ. ഉജ്ബും കിബറും ഹസദുമായി ഇങ്ങനെ നടക്കല്ലേ നമ്മൾ തന്നെ വലിയ ആളാന്ന് പറഞ്ഞിട്ട്. നമ്മൾ തന്നെ വലിയ ആളാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കല്ലേ. അതെല്ലാം ഒഴിവാക്കണം. അതെല്ലാം ഒഴിവാക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? തവാളുഉം വിനയവും ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുള്ളൂ? കൽബിൽ കയറി വരികയുള്ളൂ. ജനങ്ങളുടെ മുന്നിൽ വലിയ ആളാവണം, ജനങ്ങളെ സ്വീകരിക്കണം, അതും എടുത്ത് കളയണം. ജനങ്ങളല്ല സ്വീകരിക്കേണ്ടത്, സൃഷ്ടിയല്ല. നിന്നെ സ്വീകരിക്കേണ്ടത് സൃഷ്ടാവാണ്. വൈഖ്ബാലിഹിം അലൈക തോന്നിവാസങ്ങൾ ജനങ്ങൾ മുന്നിട്ട് വരണം, എപ്പോഴും നിന്റെ അടുക്കൽ വരണം. അതൊക്കെ എടുത്ത് ഒഴിവാക്കണം. അത്വായാവും ലക്ക ജനങ്ങൾ വല്ലതും തന്ന വാങ്ങുക, ഇതൊക്കെ എടുത്ത് മാറ്റണം. തന്ന വാങ്ങാൻ വെച്ചാൽ ഇപ്പം അതിനു വേണ്ടി ഇരിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പം പള്ളിയിലെ കുസ്താന്മാർക്കും എല്ലാം അധികം കൊണ്ട് കൊടുത്താലും ഇപ്പം ഇനി കിതാബ് വെച്ചിട്ട് എടുത്ത് കളയണ്ടാരും. അതേ വെട്ടുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമില്ലെങ്കിൽ മേടിച്ചാൽ അങ്ങനെ വേറെ കൊടുത്തോളെ നല്ലതല്ലേ. എന്നാലും കൊണ്ടുവരുന്നതാണ്, നിരാശരാക്കണ്ട നമ്മൾ. ദുനിയാവിന്റെ വസ്ത്രം ഒഴിവാക്കുമോനെ. കുറെയൊക്കെ ഒന്ന് വിശദീകരിച്ചിട്ട് പിന്നെ ഒറ്റ അടിക്ക് ഓസല്ലാതെ നമ്മൾ അടിച്ചു വിട്ടുപോയി. മോനെ, നിനക്ക് ചില തീരുമാനങ്ങളുണ്ട്. നീ ശക്തിമാനാണെന്ന്, നിനക്ക് പലതും ചെയ്യുവാൻ കഴിയുമെന്നൊക്കെയുള്ള തീരുമാനം, അതെല്ലാം ഒഴിവാക്കണം. വസ്തരിഹ് ബൈന യദയിൽ ഹഖ് സുബ്ഹാനഹു വസ്തരിഹ് ബൈന യദയിൽ ഹഖ് സുബ്ഹാനഹു ബിലാ ഹൗലിൻ വലാ ഖുവ്വ വലാ വഖൂഫിൻ മഅ സബബ്. കാര്യകാരണങ്ങളുമായിക്കൊണ്ട് കാരണങ്ങളോടുകൂടി ബന്ധിച്ചവനാകാതെ, ഹൗലില്ല ഖുവത്തില്ല, എല്ലാം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നുമില്ല എന്ന രീതിയിൽ അവിടെ ചൊല്ലുക. വലാ ശിർക ബിശൈഇൻ മിനൽ മഖ്ലൂഖാത്ത്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നും ഒന്നിനോടും ഒരു കൂറും ഇല്ല. ആ രീതിയിലെത്തിയാൽ നിനക്ക് രക്ഷയാണ്. فإذا فعلت هذا رأيت ألطافه حواليك تأتيك. അല്ലാഹുവിന്റെ മയം ചെയ്യൽ നിന്നിലേക്ക് വന്നുകൂടിയിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. റഹ്മത്തുഹു തജ്മഉക വനിഅമത്തുഹു വമിന്നത്തുഹു തക്സുക വതുളമ്മുക ഇലൈഹാ. അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്നെ ഒരുമിച്ച് കൂട്ടും. അല്ലാഹുവിന്റെ നിഅമത്തും അവന്റെ ഗുണം ചെയ്യലും അനുഗ്രഹം ചെയ്യലും നിന്നെ ആവരണമണിയിക്കും. നിന്നെ അവകളിലേക്ക് നിന്നെ കൂട്ടുന്നതാണ് അനുഗ്രഹങ്ങൾ. ഇഹ്റബ് ഇലൈഹി, അവനിലേക്ക് ഓടൂ നിങ്ങൾ. ഇൻഖത്തി ഇലൈഹി, അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങൂ. ഇരിയാനൻ ബിലാ അൻത വലാ ഗൈറക സിർ ഇലൈഹി മുൻഖത്തിഅൻ മുൻഫസിലൻ മിൻ ഗൈരിഹി. നീയല്ല, വേറെയില്ല, ആരുമില്ല, അല്ലാഹേ ഉള്ളൂ. ആ രീതിയിൽ അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെ അടിച്ചുവിടാണ്. വിരിയാനൻ ബിലാ അന്ത വലാ ഗൈരിക, നീയുമില്ല പിന്നെ ആരുമില്ല, വയറുമില്ല.
അവനിലേക്ക് നീ നടക്കുമോനെ. സാറ എല്ലാത്തിനെയും വിട്ട് ഇംഫിസാലായ നിലയിൽ വിട്ടുപിരിഞ്ഞവനായ നിലയിൽ സിർ ഇലൈഹി മുത്തഫർരിഖൻ മുഫാരിഖൻ ഹത്താ യജ്മഉക വയൂസിലുക ബിഖുവാ ളാഹിരിക വബാതിനിക. അല്ലാഹ് എല്ലാത്തിൽ നിന്നും ഫിർഖത്തായ നിലയിൽ എല്ലാത്തിനെയും വിട്ടുപിരിഞ്ഞവനായ നിലയിൽ അങ്ങനങ്ങ് ചെല്ലുമ്പം നിന്നെ അല്ലാഹു ഒരുമിച്ച് കൂട്ടും, നിന്നെ ചേർക്കും. നിന്റെ ളാഹിറിലും നിന്റെ ബാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ചേർക്കും. ഹത്താ ലൗ ഉഗ്ലിഖൽ അക്വാനു അലൈക് വഹമലക ജമീഉൽ അത്ഖാൽ. സർവവിധമായ കോടാനുകോടി ഭാരങ്ങൾ നിന്റെ മുകളിൽ കൊണ്ടിട്ടാലും ലോകമൊന്നാകെ തന്നെ എന്ത് ചെയ്തു? അടച്ചു പിണ്ടം വെച്ചാലും ഒന്നും ലാ യദുറുക ദാലിക്, ഇതൊന്നും നിനക്ക് ദർറ് ചെയ്യുകയില്ല. ബൽ യഹ്ഫദുക ഫീഹി, അല്ലാഹുവിനായ നിലയിൽ തന്നെ അവൻ സൂക്ഷിക്കുന്നതാണ്. മൻ അഫ്നാ അൽഹഖ ബിയദി തൗഹീദി അൽഹഖ നൽകണം. മൻ അഫ്നാ അല്ലാഹുവിൽ ഫാനിയാവുക, അല്ലാഹുവിൽ മാത്രം വേറെയെല്ലാം എടുത്തു കളഞ്ഞു. എന്നാൽ അവന്റെ തൗഹീദിന്റെ കൈകൊണ്ട് തന്നെ അവൻ ചേർക്കുന്നതാണ്. വാഫിന ദുനിയാ ബിയദി സുഹ്ദിഹി വാഫിന മാ സിവാ റബ്ബിഹി അസ്സ വജല്ല ബിയദി റഗ്ബ. അങ്ങനെ ദുനിയാവിൽ നീ ഫാനിയാകണം. തന്റെ പരിത്യാഗമാകുന്നതിനെ കൊണ്ട് ത്യജിക്കുക എന്നതുകൊണ്ട് ദുനിയാവിനെ മാറ്റിക്കളയണം. അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും മാറ്റണം, അല്ലാഹുവിൽ ആഗ്രഹിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് ഈ സന്ദർഭത്തിലാണ് മോനെ നജാഹും വിജയവും വരുന്നത്. വഹളിയ ബിഖൈറി ദുനിയാ വൽ ആഖിറ. അല്ലാഹ് ഹളിയ ദുന്യവിയും മുഖറവിയുമായ നന്മകളെ കൊണ്ട് നീ സൗഭാഗ്യം സിദ്ധിക്കുക. അവൻ സൗഭാഗ്യം സിദ്ധിക്കുന്നത് അലൈക്കും ബിഇമാമത്തി നുഫൂസിക്കും ബിഇമാതത്തി നുഫൂസിക്കും വഅഗ്വിയത്തിക്കും വശയാതീനിക്കും ഖബല അൻ തമൂതു. നിങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശൈത്വാനെയും നിങ്ങൾ ഹവായിനെയും നിങ്ങളുടെ നഫ്സുകളെയും നിങ്ങൾ മരിപ്പിക്കൽ കൊണ്ട് വിഷയമാക്കണം. അലൈക്കും ബിൽ മൗത്തിൽ ഖാസി ഖബലൽ മൗത്തിൽ ആം. ഖാസായ മരണം കൊണ്ട് നിങ്ങൾ വിഷയമാക്കണം. ഖാസായ മരണം എന്തുവാ? ഖാസായ മരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാത്തിനെയും വെടിയുക എന്നതാണ് ഖാസായ മരണം. അല്ല, വേറൊന്നുമില്ല. പൊതുവായൊരു മരണം ഉണ്ടല്ലോ അതിനു മുമ്പ്, ഇതാണ് മരണം. അതാണ് മൂത്തു ഖബല അൻ തമൂതു. മരിക്കുന്നതിന് മുമ്പ് മരിക്കണേ എന്ന് പറയുന്നില്ലേ? മരിക്കുന്നതിന് മുമ്പ് മരിക്കണേ എന്ന് പറയുകയാണ്. യാ ഖൗമി അജീബു ഫഇന്നി ദാഇ അല്ലാഹി അസ്സ വജല്ല അദൂഉകും ഇലാ ബാബിഹി വതഅതിഹി ലാ അദൂഉകും ഇലാ നഫ്സി. ഖൗമേ, നിങ്ങൾ ഉത്തരം നൽകണം. ദാഇ അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രബോധകന് നിങ്ങൾ ഉത്തരം നൽകണം. അദൂഉകും, നിങ്ങളെ ഞാൻ വിളിക്കുന്നു. ഇലാ ബാബി, അല്ലാഹുവിന്റെ വാതിൽക്കലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. പിന്നെ അവന് വഴിപ്പെടുന്നതിലേക്കും. ലാദൂക്കും, നിങ്ങളെ ഞാൻ വിളിക്കുന്നില്ല. ഇലാ നഫ്സി, ഞാൻ എന്റെ ആവശ്യത്തിന് വിളിക്കുന്നതല്ല. അൽ മുനാഫിഖു ലൈസ യദ്ഉൽ ഖൽഖ ഇലല്ലാഹി അസ്സ വജൽ വദാഇൻ ഇലാ നഫ്സി വതാലിബുൽ ഹുദൂദി വൽ ഖബൂലി താലിബുദ് ദുനിയ. യാ ജാഹിൽ തത്റുക് സമാഅ ഹാദൽ കലാം വതഖഉദു ഫീ സൗമഅതിക മഅ നഫ്സിക വഹവാക. തഹ്താജു അവ്വലൻ ഇലാ സുഹബത്തി ശുയൂഖ് وقتل النفس والطبع وما سوى المولى عز وجل. ഇനി നമ്മളെ പറ്റി വിളിക്കുന്ന ഭയങ്കര വിളിയാണ് വിളിക്കുന്നത്.